പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്തുവഹ നാനറിയേ പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്തുവഹ നാനറിയേ പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്തുവഹ നാനറിയേ എട്ടില എഴുതവില്ല എഴുതി വച്ച് പഴക്കമില്ല ഇലക്കണം പഠിക്കവില്ല തലക്കണമോ എനക്ക് ഇല്ല പാടറിയേ പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്തുവഹ നാനറിയേ അർത്ഥത്തെ വിട്ട് പുട്ട അതുക്കൊരു പാവമില്ല പഴകിന ഭാഷയില പഠിപ്പത് പാവമില്ല എന്നമോ രാഹോ എന്നമോ താളോ തലയാട്ടോ പുരിയാത കൂട്ടോ എല്ലാമേ സംഗീതം പഠിപ്പറിയേ പള്ളിക്കൂടം താനറിയേ ഏടറിയേ എഴുത്തറിയേ എഴുത്തുവഹ നാനറിയേ കവല ഏതുമില്ല രസിക്കും മേട്ടുകൂടി சேரிக்கும் சேரா வேணும் அதுக்கும் பாட்டு படி எண்ணியே பாரு எத்தனை பேரு தங்கமே நீயோ தமிழ் பாட்டும் பாடு சொன்னது தப்பா தப்பா சொன்னது தப்பா தப்பா ராகத்து புதுசு என்னதப்பா அம்மி அரைச்சவ கும்மி அடிச்சவ நாட்டுப்புறத்துல சொன்னதப்பா அம்மி அரைச்சவ கும்மி அடிச்சவ நாட்டுப்புறத்துல சொன்னதப்பா பாடறியே படிப்பறியே பள்ளிக்கூடம் தானறியே ஏடறியே எழுத்தறியே எழுத்து நானறியே எட்டுல எழுதவில்ல எழுதி வச்சு பழக்கமில்ல இலக்கணம் படிக்கவில்ல தலக்கணமோ எனக்கு இல்ல பாடறியே படிப்பறியே பள்ளிக்கூடம் தானறியே ஏடறியே எழுத்தறியே எழுத்துவஹ நானறியே மாபதமா பாடறியே படிப்பறியே சரி கமா பதமா பாடறியே படிப்பறியே பதனி சனித மக சரி பாடறியே படிப்பறியே சரிக சரிக மக சப்பதம்மா மம்ம பதமா பதனி தம பதனி பதனி சரி கசனி தம்ம பதனி சன்னித பதனி தம பதம கம்ம பதம கம்ம கச சாசு 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 சரி கம கம கசனி தம்ம மம 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 பதனி சனி சனி தம கச சரி ரி க க மம ப பதனி நி ச ரி க ச சனி சனி நி த ம பதனி தனி த தம கம க சரி கம கம பத ம பதனி சரி கம க சரி தம க மரி மரி நின்னே ಮೊರಳಿದ ನೀ ಮನಸುನ ದಯರಾದು ಮರಿ ಮರಿ ನಿನ್ನೆ ಮೊರಳಿದ ನೀ ಮನಸುನ ದಯರಾದು ಮರಿ ಮರಿ ನಿನ್ನೆ ಮರಿ ಮರಿ ನಿನ್ನೆ Nice. Bebo,
ചാലഞ്ച് റൗണ്ട് അല്ലേ? Yes. ചിത്ര ചേച്ചിയുടെ പാട്ട് എങ്ങനെയുണ്ടായി? ചിത്ര ചേച്ചിയുടെ വോയിസിൽ പാടി, ചിത്ര ചേച്ചിയുടെ വോയിസിൽ പാടി, വോയിസ് ഉള്ള പാട്ട് എടുത്ത് പാടിയപ്പോൾ എന്നാണ് ഉദ്ദേശിച്ചത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പാടായിരുന്നോ? പാട് പ്രത്യേകിച്ച് ഇത് ചിത്ര ചേച്ചിക്ക് നാഷണൽ അവാർഡ് വാങ്ങിച്ചു കൊടുത്ത ഒരു പാട്ടും കൂടെയാണ് നമ്മുടെ രാജാ സാറിന്റെ അല്ലേ? കയ്യിൽ പോയിട്ട് ഈ നോട്ട്സ് ഒക്കെ വരില്ലേ, അത് കുറച്ച് ചാലഞ്ച് ആയിട്ട് തോന്നി. ബാക്കിയൊക്കെ സിമ്പിൾ ആയിരുന്നു. അപ്പൊ എന്തായാലും രാജാ ചിത്ര ചേച്ചി പോലും അങ്ങനെ പറയത്തില്ല. കോൺഫിഡൻസ് ബ്യൂട്ടിഫുൾ സംഭവിച്ചു. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട രാജാ സാറിന്റെ പാട്ട് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. കഴിഞ്ഞിട്ട് പറയണം, മറക്കരുത്. ഇല്ല മറക്കില്ല. ഇപ്പൊ എന്തായാലും ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഓക്കെ, എന്നാ പിന്നെ ശരത് സാർ ഇവിടെ തുടങ്ങ. മക്കളെ, എന്താ സാർ? ചക്കര കുഞ്ഞെ, എന്താ സാർ? നന്നായിട്ട് പാടി. താങ്ക് യു സാർ. കാര്യം ഇത് ബാക്കിയല്ല, രാജാ സാറിന്റെ ഇപ്പൊ പറഞ്ഞു, ചിത്ര ചേച്ചിയുടെ കാര്യവും പറഞ്ഞു. ഇതാരാ എഴുതിയത്? വൈരമുത്തു സാർ. ഇതേതാണ് ഫിലിം? സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി. തമിഴിലത് കുഴപ്പമില്ല, സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി കേട്ടോ. അപ്പൊ മക്കള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇതില് ആ എഴുതി വെച്ച് പഴക്കമില്ല, അതൊന്ന് പാടാമോ? എഴുതി വെച്ച് പഴക്കമില്ല. അത് എഴുതി വെച്ച് പഴക്കമില്ല, പഴക്കമില്ല. എഴുതി വെച്ച് പഴക്കമില്ല, പഴക്കമില്ല. അത്രയും മതി. അതിന് വേറും പ്ലെയിൻ. എഴുതി വെച്ച് പഴക്കമില്ല, എഴുതി വെച്ച് പഴക്കമില്ല മതി. അതുപോലെ മോനെ എന്നമോ അതൊന്ന് പാടാമോ? മോനെ അത് രാഹോ ഓഹോ, അതല്ല രാഗം. രാഗം അത് ക്ലോസ് ചെയ്താണ് മക്കള്. എന്നമോ രാഹോ, അത് കുറച്ചാ ഇങ്ങനെ ആക്കിയാ മതി. അല്ല രാഹോ, രാഹോ അങ്ങനെ ഒരു പുതിയ അതുപോലെ ഇരിക്കും. അതുപോലെ താളം. എന്നമോ രാഹോ, എന്നമോ താളം. അത് മതി മോനെ, താളോ എന്നാക്കണ്ട. ഓഹോ, പെട്ടെന്ന് കൂട് കുളിരണം. എവിടെയോ ആണെന്ന് ഓർത്തുപോയി പെട്ടെന്ന്. മക്കളെ, ഈ കവല ഏതുമില്ല അത് പാടാമോ? കവല ഏതുമില്ല, രസിക്കും മേട്ടുകൂടി സേരിക്കും സേരാവേണം. രസിക്കും മേട്ടുകൂടി, രസിക്കും മേട്ടുകൂടി സേരിക്കും സേരാവേണോ. സേര വേണു, സേരാ വേണു അല്ലടാ, സേര വേണു, സേര വേണോ. അതുക്കും പാട്ട് പാടി എണ്ണിയേ പാറ് എത്തന പേര്. തങ്കമേ നീയോ തമിഴ് പാട്ടും പാട്. അടുത്തത് சொன்னது தப்பா தப்பா. മോനെ ഒന്നുകൊണ്ടൊന്ന് ഒരു ഫീലാക്ക്. അത് പാടിയിരിക്കുന്ന കുറച്ച് അതിനകത്ത് ഒന്ന് ആടി മലഞ്ഞ സാരമതി ആണെങ്കിലും അത് മക്കളതൊന്ന് പാടാമോ? അതിനകത്തുള്ളതാണ് കേട്ടോ. നമ്മൾ അത് ചിലപ്പോൾ ഈ പാടി വരുമ്പോഴേ ആ ഭാവം അതങ്ങനെ നമുക്ക് അതൊരു എക്സ്ട്രാ സുഖം തരും കേട്ടോ മോനെ. അത് മക്കൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ പറയും, അദ്ദേഹം പല രാഗങ്ങളിലും പാട്ട് അങ്ങനെ ചെയ്ത് അതിനകത്ത് പക്ഷേ വേറെ എക്സ്ട്രാ നോട്ട്സ് ഒക്കെ കാണും, നമ്മൾ അറിയത്തുമില്ല അത്. അപ്പോൾ അതിനുള്ള ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഞാനത് ദക്ഷിണാമൂർത്തി സ്വാമി അടുത്ത് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലുണരു ഉഷസന്ധ്യയായി അറിയാമോന്? അറിഞ്ഞൂടാ? ഒന്നും നല്ല പാട്ടൊന്നും കേട്ടിട്ടില്ല കുഞ്ഞ്. എന്നാ പോന്നി ഒന്ന് നീക്കി തരുമോ മോനെ? മക്കളെ, മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി. ഇതാണ് പാട്ട് തുടക്കം. ഇതിന്റെ ചരണം ലാസ്റ്റില് കനിവിൻ കാഞ്ചന കതിർമാല ചൊരിയൂ
കലയുടെ വർണ്ണങ്ങൾ പകരു കനിവിൻ കാഞ്ചന കതിർമാല ചൊരിയൂ കലയുടെ വർണ്ണങ്ങൾ. അമൃതവർഷിണിയാണ്. പക്ഷെ ഇത് ജാനകിയമ്മ പാടിയേക്കുമ്പോൾ കതിർമാല ചൊരിയൂ കലയുടെ വർണ്ണങ്ങൾ. ഒരു ഋഷഭവും കൂടെ പാടിയിട്ടുണ്ട് അമ്മ. കാര്യം അമ്മയ്ക്കത് പാടണമെന്ന് തോന്നി. അമ്മയ്ക്ക് അമൃതവർഷിണിയെ കുറിച്ചൊന്നും അമ്മ ബോധവാടല്ല. അത് പാടണമെന്ന് നാരാനേ പകരൂ. അമൃതവർഷിണിക്ക് ഋഷഭം ഇല്ലല്ലോ, ഉണ്ടോ? അത്രേ ഉള്ളൂ. എന്ന് വന്നാൽ അത് മന്ദാരിയാണ് രാഗം, കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ, കേട്ടോ. അപ്പം മക്കളെ അത് ആ ഒരു കാര്യം അത് അങ്ങനെ ഒന്ന് എടുത്ത് പാടിക്കോളെ. പിന്നെ മക്കളെ എനിക്കുള്ള ഒരു ഡൗട്ട്, ആ സ്വരം മക്കളെ ആ ഒരു കാലപ്രമാണ്. അത് നമുക്ക് ആ സിങ്കപ്പേഷനകത്ത് നിൽക്കണം. മോൻ പാടുമ്പോൾ അത് കൃത്യമായിട്ട് അതല്ലായിരുന്നു. അതെന്ത് പറ്റി? ഒന്ന് പാടാമോ പാച്ചു? ഒന്ന് വായിച്ചു കൂടെ പാച്ചു, നിനക്ക് ഞാൻ പേയ്മെന്റ് തരാം. ഗമ അവിടെ തൊട്ട് പാടിക്കോ. 1 2 3 4 സരി ഗമ പദമ പാടറിയേ പഠിപ്പറിയേ സരിഗ സരിഗ മഗ സപദമ മമ്മ പദമ പദനി ദമ പദനി അതന്നെ ഓക്കെ മോനെ. ആ തുടക്കമാ തകം 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 തകട്ട ചകട്ട തകട്ട തകട്ട അതെങ്ങനെ കിടക്കണം. നീ കുറച്ച് വലിഞ്ഞു പോയാൽ അതിന്റെ ബ്യൂട്ടിയും പോകും, കേട്ടോ. അപ്പൊ അതൊക്കെ ഉള്ളൂ. അതൊക്കെ നീ ഒന്നുകൂടെ പിടിച്ചാൽ മക്കളെ കൊണ്ട് പറ്റുന്നതാണ്. അത് ഇപ്പൊ പാടിച്ചു പോകുന്നത് മനോഹരമായിട്ട് പാടി. അപ്പൊ അത് കുഞ്ഞവിടെ ഒന്ന് ചെറിയ തോന്നുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊന്ന് ഉഴപ്പി കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നീ കുത്തിയിരുന്ന് പഠിച്ചേക്കുന്നു. അത് നമ്മൾ റിയലി ഐ അപ്രീഷിയേറ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത്. രാഹുലേട്ടാ എന്തെങ്കിലും ചക്കരക്കുട്ടി ബാക്കിയുണ്ടോ പറയാൻ? ഒന്നുമില്ല. ആസ് യൂഷ്വൽ. അപ്പൊ മോനെ എല്ലാം മനസ്സിലായല്ലോടാ, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഈ പറഞ്ഞ പോലെ സീമിംഗ്ലി സിമ്പിൾ സോങ്, പക്ഷെ അതിന്റെ ആദ്യത്തെ ഭാഗമൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ആ സിനിമയിലെ സിറ്റുവേഷൻ തന്നെ അങ്ങനെയാണ് ആക്ച്വലി. അപ്പോൾ ഒരു പ്രേക്ഷകനാണെങ്കിലും ഈ ക്യാരക്ടർ കഥാപാത്രം വന്ന് സ്റ്റേജിലേക്ക് വന്ന് പാടാൻ തുടങ്ങുമ്പോൾ ഇവരെന്താ പാടാൻ പോണേ, ഇത്ര വലിയൊരു മ്യൂസീഷ്യൻ്റെ മുമ്പിൽ ഇവരെന്തായിരിക്കും പാടാൻ പോണേ. ഇവൻ പക്കം വാദ്യം വായിക്കുന്ന ആളുകളും കുറച്ചൊരു പുച്ഛത്തോടുകൂടി ഇരിക്കുന്നത്. മൃദംഗമൊക്കെ എടുത്തു വെച്ച് അവര് പ്ലേ ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ല. എന്നിട്ട് ഇവർ പാടി തുടങ്ങിയപ്പോൾ അതാണ് ഈ ഇടയ്ക്കൊരു ടക്ക് എന്നൊക്കെ ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ അവർ വെറുതെ അലസമായിട്ട് എവിടം വരെ പോകുന്ന നോക്കാം, ഒരു പല്ല വീഴുമ്പോൾ നിർത്തും എന്നും പറഞ്ഞ്. പക്ഷേ പിന്നീട് ഇംപ്രസ്ഡ് ആയിട്ടാണ് അവർ സ്റ്റാർട്ട് പ്ലേയിങ്. അതാണ്. പക്ഷെ ആ ക്യാരക്ടർ കഥാപാത്രം അത് പാടി സിമ്പിളായിട്ട് പാടി വന്ന് ലാസ്റ്റ് അത് സ്വരത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ഇവർ അസാധാരണമായിട്ടുള്ളൊരു സ്ത്രീയാണ്, ഒരു മ്യൂസീഷ്യനാണ് എന്നുള്ളത് അവിടെയാണ് വെളിവാകുന്നത്. അപ്പോൾ മ്യൂസീഷ്യൻ ആവാൻ ഈ പറഞ്ഞ പോലെ മറ്റേ തെലുഗു ലാംഗ്വേജ് ആ സമയത്ത് എനിക്ക് അല്ലേ മോസ്റ്റ് ഓഫ് ദ കർണാട്ടിക് കൃതീസ് ആർ ഇൻ തെലുഗു, അല്ലെങ്കിൽ അല്ലേ? അപ്പോൾ തമിഴിലൊക്കെ വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഒരു ലെയ്മാൻസ് ലാംഗ്വേജ് എന്നുള്ള രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്തത് അവർ. അപ്പോൾ ആ ലാംഗ്വേജിൽ വന്നിട്ട് അങ്ങനെ ഒരു ഒരു പാട്ട് പാടി അത് പക്ഷെ അതേ ആ ഒരു ബൃഹത്തായൊരു ലെവലിൽ തന്നെ കൊണ്ടുപോയി അത് അവസാനിപ്പിച്ചു. അതാണ് ക്യാരക്ടറിൻ്റെ ബ്യൂട്ടി. അങ്ങനത്തെ ഒരു പാട്ട് മോൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു പഠിച്ചു തുടങ്ങിയപ്പോൾ ഈ സ്വരങ്ങളൊക്കെ പാടിയപ്പോൾ പഠിച്ചപ്പോൾ ഇത്തിരി ടഫായിരുന്നു. പഠിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് ടഫായിരുന്നു, പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതായി അല്ലേ? അപ്പോൾ അഗെയിൻ ആ താളത്തിൻ്റെ ഒരു സിങ്കോപ്പേഷൻ ഇല്ലേ, അതൊക്കെ ഈ പറഞ്ഞാൽ ആ താളം നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മളത് ജസ്റ്റ് ട്യൂൺ പഠിച്ച് പാടണ പോലെ ആവാൻ പാടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മോനാണെങ്കിലും ഇപ്പോൾ ഈ സ്വരം ഒരു പക്ഷേ മനോധർമ്മമായിട്ട് പാടാൻ പറ്റില്ലായിരിക്കും. അതേ മൈൻഡ് സെറ്റാണ് ആ ക്യാരക്ടറിന് പോലും അല്ലേ നമ്മൾ കാണുമ്പോൾ. പക്ഷെ ആ സ്വരത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു വാവ് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് എവിടേക്കോ ഈ പറഞ്ഞ പോലെ താളത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തോന്നിയിരുന്നു. അതർവൈസ് മോൻ തകർത്തു മോനെ. മെബിൻ എനിക്ക് അറിയാലോ, മെബിൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് എന്ന് എനിക്കറിയാം, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടിപൊളി. ഗോഡ് ബ്ലെസ് യു. റൗണ്ടിലെ ഗോൾഡൻ മൈക്ക് കൊണ്ടാ പോയെ. ഓഹോ, ഞാൻ പറഞ്ഞു ആണല്ലേ? അടുത്ത് പറഞ്ഞു.
ഓക്കെ ചേച്ചി ശരി. എന്തെങ്കിലും ബാക്കിയുണ്ട്? ആയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തോ ഓർമ്മ വന്നു എന്ന് തോന്നുന്നു. അല്ലല്ല അല്ലല്ല, നമ്മൾ രണ്ടും പറയാത്ത എന്ത് എവിടെ നിന്ന് പിടിക്കും. ഓർക്കസ്ട്ര ഇമോഷണൽ ഏരിയ ഞാൻ പിടിച്ചു. ഇനി ഞാൻ എന്ത് പറയുന്നൊക്കെ ഞാനൊരു കയറായിട്ട് ചേച്ചി തോന്നിച്ചാവട്ടെ. ഇവിടെ ഇത് ഞാൻ ആദ്യം പറയട്ടെ, പാറുവിന്റെയും മോന്റെയും കോസ്റ്റ്യൂം ഏകദേശം ഒരേ കളർ, നല്ല മാച്ച് ആയിട്ടുണ്ട്. അസാധ്യം. കണ്ടോ, ഇതാരും പറഞ്ഞില്ല. പിടിക്കാനോ? ചേച്ചി കണ്ടുപിടിച്ചത്. സ്കോർ 1. ഫാഷൻ സെൻസിൽ പിടിച്ചു. സൂപ്പർ സൂപ്പർ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട്. അപ്പം മോൻ്റെ പ്രായത്തിലൊക്കെ നമ്മൾ ഇതൊക്കെ സ്റ്റേജിൽ പാടി നമുക്കൊരു പഠിത്തമാണ് ശരിക്കും ഈ ഒരു പാട്ട്. അപ്പം എന്താ പറയുക, നമുക്ക് സ്റ്റേജിൽ പാടുമ്പോഴും ഒരുപാട് പഠിക്കാൻ പറ്റിയ ഒരു പാട്ടാണ് ഈ പറയുന്ന പാടറിയൻ എന്ന പാട്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് തലക്കനം പാടില്ല, നമ്മളെപ്പോഴും വിനയം ഉള്ളിലുണ്ടാകണം, അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ പാട്ടിനകത്ത് പറയുന്നതും. ഓനത് അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ പാടുന്നത്? കുറച്ചൊക്കെ. ഇനി അങ്ങോട്ട് പാടുമ്പം ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കി പാടിയ കുറച്ചുകൂടി എളുപ്പമാവും അതിന് ഇമോഷൻസ് കൊണ്ടുവരാൻ. ഓക്കെ, അതല്ലാതെ ഇപ്പം ശരത് സർ പറഞ്ഞു, ശരത് സർ എന്ത് ഭംഗിയായിട്ട് അറിയാം. ഞാനതിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു, ആ മരി മരി നിന്നെ പാടിയത്. സൂപ്പർ സർ. ചേച്ചി വേണമെങ്കിൽ ഒന്ന് try ചെയ്തോളൂ. എന്ത് അസാധ്യമായിട്ട് ആ പാടുന്നു. ചേച്ചി ആ സ്വരങ്ങളൊന്ന് ഇപ്പൊ ആ കുട്ടി അസലായിട്ട് പാടി വെച്ച അത് ഓൾറെഡി കുറെ കീറി മുറിച്ചു അതിന്. നിനക്ക് കേക്കണ്ട് ചേച്ചി പാടുന്നത് എനിക്ക് മോനെ കേട്ടാ ഇതിലിപ്പം കൊള്ളാം. സാറ് പറഞ്ഞില്ലേ, ആ സ്വരം പറഞ്ഞില്ലേ, അത് കുറച്ച് ഈ ഒരു പിടുത്തമുണ്ട്, ഒരു അതിങ്ങനെ മുറുക്കിയാ പാടുന്നത് മോനെ. അത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി വിടണം കേട്ടോ ആ സ്വരങ്ങള്. സ സ രിഗ സരി ഗമ ഗ സ പദമ സ സ രിഗ സരി അങ്ങനെ ഇങ്ങനെ പോകുന്നത്. ആ താളം ഓക്കെ, പക്ഷെ അതുപോലെ പോകണ്ട. ആ താളം മനസ്സിൽ വെച്ചിട്ട് കുറച്ചൊന്ന് അതിനെ ലൂസാക്കി വിടണം ആ സ്വരങ്ങളെ. ഓക്കെ, അത് മാത്രമേ എനിക്കിതിലൊരു പെട്ടെന്ന് എന്തു പറ്റി എന്നുള്ളൊരു തോന്നൽ വന്നത്. പിന്നെ രാജാ സാറുടെ പാട്ട് കൂടി ആയതുകൊണ്ട് എനിക്ക് ഇന്ന് മോൻ ഇങ്ങനെ ഈ വിഴുങ്ങും കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മോനൊരു പാട്ട് പാടിക്കൊടുക്കാന്ന്. വിഴുങ്ങുന്നതിനെ പറ്റി അതാ 3 നേരം വിഴുങ്ങുന്നു. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടേ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടേ. ചൊല്ലിനാവേറാരുതേ ആഹാ. വേണം. ഡേയ്, ഡേയ്, ഡേയ്. എങ്ങനെ? അല്ല മഞ്ജരി, ഈ വിഴുങ്ങുന്നതും ഇതുമായിട്ട് തമ്മിലുള്ള ബന്ധം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ചൊല്ലി നാവേറരുതേ, കണ്ണേറരുതേ. ഈ കണ്ണേറ് കൊണ്ടാണോ ഈ കുട്ടി നന്നായി പാടുന്നതിന്റെ ഇടയിൽ വിഴുങ്ങി പോകുന്നത്? ഓ മകളെ, ഇനി ഒന്നും പറ്റത്തില്ല കേട്ടോ. അതെ, ഒരു പുള്ളോത്തിയെ കണ്ട് പാടിച്ച പോലായി. അങ്ങനെ എന്റെ മെബൂട്ടന് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തു. മേലാൽ ഇവിടെ വന്നിട്ട് ഇനി ഒന്നും വിഴുങ്ങരുത്. ഇല്ല. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. ചേച്ചി മാർക്ക്. യെസ് മെബൂട്ട, ഈ പെർഫോമൻസിന് 8.6. താങ്ക് യു മാം. ചേച്ചി. ശരത് സർ മകൾ 1 മിനിറ്റ് വരാമോ? ഓ വരണോ? ഞാനാണോ? അല്ല ആ മക്കളല്ല, ഇപ്പുറത്ത്. ഗോൾഡൻ കേക്ക്. കപ്പ് കേക്ക് ആണോ? അതെ, അത്രേ ഉള്ളൂ. അവൻ പലതും പ്രതീക്ഷിച്ചു. അല്ല, ഇവിടെ ഒരു ബാങ്ക് ഓഫ് ശരത്ത് ഉണ്ടായിരുന്നു. പാട്ട് ഇഷ്ടായ കാശ് ഇങ്ങനെ എറിയുമായിരുന്നു. ആണോ? ആ, ഞാനും ഒതുക്കത്തിൽ 1000 രൂപ എടുത്ത്. ആണോ? മക്കളെ, ഞാൻ ശക്തമായി പോരാടി. അവർക്ക് മാത്രം എന്തുകൊണ്ട് പൈസ? അപ്പൊ എനിക്ക് പോക്കറ്റിൽ നിന്ന് 2 തവണ 500 രൂപ തന്നു. എനിക്ക് വയ്യ. കള്ളനോട്ടായിരുന്നു. ഇതെന്താ? കള്ളനോട്ടായിരുന്നു. മക്കളെ, അതെന്തിനാ തന്നത്? കഴിക്കാൻ. കളിക്കാനോ? കഴിക്കാൻ അല്ല, ഇനി ഇത് വിഴുങ്ങിയാ മതി, അക്ഷരങ്ങൾ വിഴുങ്ങരുത്. ഓക്കെ, 8.6 മാർക്സ്. ഓ മൈ ഗോഡ്. ചേച്ചി പോവാന്നോ? ഈ കേക്ക് കഴിച്ചിട്ട് കേക്കാം. നീ ആദ്യം പറഞ്ഞ കേക്ക്, പിന്നെ ആ കേക്ക്, പിന്നെ പൂ കേക്ക്.
രാഹുൽ ഇവര് വെറുതെ അല്ല ഗോൾഡൻ മൈക്ക് കൊടുത്തത്. അതെ കേക്ക് കഴിച്ചിട്ട് കേക്കാന്ന്. ചക്കരെ എന്താ സർ? 8.6. താങ്ക് യു സർ. സോ ടോട്ടൽ 25.8. അടിപൊളി.